മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയുടെ 2ാം വാർഷികം അതിഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അതിലെല്ലാ മന്ത്രിമാരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ കാര്യങ്ങളും എണ്ണി 2 വർഷം കൊണ്ട് ഈ നാടിനുണ്ടായ നേട്ടങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടായി. മിക്കവാറും ഒരു കറുത്ത മനസ്സ് ഇല്ലാത്തവന്, കുറച്ചെങ്കിലും തുറന്ന മനസ്സും വിളിച്ചുള്ള മനസ്സുമാണ് ഉള്ളതെങ്കിൽ 2 വർഷം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ തുറന്ന മനസ്സുള്ളവന്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനുമായിക്കൊള്ളട്ടെ, അവർക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തില് ധനകാര്യമന്ത്രിയായിട്ട് 13ാം നമ്പർ കാറ് ഞാൻ സ്വയം എടുത്തോളാന്ന് പറഞ്ഞു വന്ന ഡോക്ടർ തോമസ് ഐസക് ചാർജ് ഏറ്റെടുത്ത ഉടനെ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഖജനാവ് മുടിപ്പിച്ചതൊന്ന് ശരിയാക്കാൻ ഇനി ഒരു 3 വർഷം വേണമെന്നാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, 5 വർഷം കൊണ്ട് മുടിപ്പിച്ചത് നേരെയാക്കാൻ 3 വർഷം വേണമെങ്കിൽ 60 വർഷം കൊണ്ട് മുടിപ്പിച്ചത് നേരെയാക്കാൻ എത്ര വർഷം വേണം? എല്ലാവർക്കും ഈ നിയമം ആപ്ലിക്കബിൾ ആണല്ലോ. അതൊന്നും ചിന്തിക്കാതെ എതിർക്കാനും തനി മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിയെ പോലെ കമന്റ് പറയാനും മുമ്പോട്ട് വരുന്നവരുടെ എണ്ണം ഇപ്പൊ കുറഞ്ഞിരിക്കുന്നു. എവിടേക്കോ എന്തൊക്കെയോ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന തോന്നലായിരിക്കാം. അല്ലെങ്കിൽ വേണ്ടതിനും വേണ്ടാത്തതിനും ശശി തരൂരിനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയും സുധീരൻ എന്ന 3 മുടിയനായ പുത്രന്മാരെ പോലെ, പിന്നെ എ കെ ആന്റണി, ഭാരതത്തിലെ പ്രതിരോധ വകുപ്പിനെ കുത്തുവാള എടുപ്പിച്ച വെറുപ്പ് തോന്നുന്ന ഒരു മന്ത്രി, എല്ലാവരും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി ആരാധിച്ചിരുന്ന അതേ എ കെ ആന്റണി നമ്മുടെ പ്രതിരോധ വകുപ്പിനെ വെറും നോക്കുകുത്തിയാക്കി മാറ്റിയ ആ മനുഷ്യനും പ്രതിരോധ വകുപ്പിന്റെ ചെലവില് സ്വന്തം സർജറി നടത്തുകയും ചെയ്ത ഈ 4 പേര്, സുധീരനും എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും കുറച്ച് ഉമ്മൻചാണ്ടിയും, അവരൊഴികെ ഒരു പരിധിവരെ കഴിഞ്ഞ 2 മാസമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ഉൾപ്പെടെ വലുതായിട്ട് നെഗറ്റീവ് പറയാതെ ഇരിക്കുന്ന വേളയില് കേന്ദ്രമന്ത്രിസഭയുടെ 2ാം വാർഷികം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ മുമ്പിൽ വെച്ച് അത് ആഘോഷിക്കുകയോ ആചരിക്കുകയോ വേണ്ടതെല്ലാം ചെയ്യുകയോ എല്ലാം ചെയ്തുകൊണ്ട് കടന്നുപോയപ്പോ എനിക്ക്, എന്നെ പോലെയുള്ളവർക്കാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, ഭാരതം മുഴുവനും ഒരു അസാധാരണമായിട്ടുള്ള കോൺഫിഡൻസ് വന്നു. അങ്ങനെയില്ലെങ്കിൽ 7ഉം 8ഉം പാർട്ടികൾ ഉള്ള LDFിലും UDFും ശരിക്ക് പള്ളിക്കാര്, അച്ഛനും കർദിനാളും ഉൾപ്പെടെ കുമ്മനം രാജശേഖരൻ വന്നപ്പോ ചായ കൊടുത്ത് കാണും. അല്ലാതെ ഇവിടെ ആന്റണി രാജുവിന് വോട്ട് ചെയ്യണമെന്ന് പള്ളി ഇടയലേഖനം ഇറക്കിയത് ഉൾപ്പെടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച പള്ളി, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച മുസ്ലിം ലീഗ്, അതെല്ലാം 2 ചേരിയിൽ നിൽക്കുമ്പോഴും ഇത്രയും അധികം വോട്ട് കേരളത്തിൽ നിന്ന് ലഭിച്ച് പല സ്ഥലത്തും 2ാം സ്ഥാനത്തും, ഒരു 2-3 സ്ഥലങ്ങളിൽ അപരനില്ലായിരുന്നെങ്കിൽ 1ാം സ്ഥാനത്ത് വരാവുന്ന ലെവലിലേക്ക് ഈ കേരളം വരെ എത്തിയെങ്കിൽ മറ്റ് പല സ്ഥലവും നന്നായിട്ട് പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഭാരതത്തിനകത്ത് 2 വർഷം തികച്ച, പ്രത്യേകിച്ച് അഴിമതി ഒന്നും ആരോപിക്കാനില്ലാത്ത ഒരു മന്ത്രിസഭയുടെ 1100ാം ദിവസം അല്ലെങ്കിൽ 2ാം വാർഷികം ആഘോഷിച്ചത് സമുചിതമായി.
ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവി പ്രധാനമന്ത്രി ഇന്നലെ അതിവിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. കേന്ദ്ര ഗവൺമെന്റിലെ ഒത്തിരി പ്രോജക്റ്റുകളുടെ കമ്മീഷൻ റോബർട്ട് വദ്ര വാങ്ങിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപരൻ ലണ്ടനില് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള വീടിന്റെ ഉടമസ്ഥാവകാശമായിട്ട് ഡമ്മിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് റോബർട്ട് വദ്രയ്ക്ക് വേണ്ട കമ്മീഷൻ വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് മരുമകൻ. പിന്നെ ഇറ്റലിയിൽ നിന്ന് VVIP ഹെലികോപ്റ്റർ വാങ്ങിച്ചതിന്റെ ശാപക്കാറ്റേറ്റുകൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധി. ഇങ്ങനെ ഒരു കുടുംബത്തിലെ ആൾക്കാർക്ക് ചുറ്റും ഒരു കൂട്ടമായി മാറിയിരിക്കുന്ന കോൺഗ്രസുകാർക്ക് 2 വർഷത്തെ നേട്ടമായിട്ട് പറയാനോ അംഗീകരിക്കാനോ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ക്ലിയർ ആയിരുന്നു. കേരളത്തിലും ഭാരതത്തിലും മുഴുവനും കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ 2ാം വാർഷികം ആഘോഷിക്കുന്ന ആ പ്രക്രിയ വിചിത്രമാണെന്ന് പറഞ്ഞ. ഏതായാലും ഈ മനുഷ്യൻ എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ആർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. ഇത് കുറേ കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. അങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാനൊരു കാരണമുള്ളത്, നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ വീട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ, നമ്മുടെ സമൂഹത്തെ കുറേയൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ സംസ്ഥാനവും നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെ, ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ നന്മകളും തിന്മകളും വേണ്ടതും വേണ്ടാത്തതും ശരിയായിട്ടുള്ളതും ശരിയല്ലാത്തതും ഒക്കെ വിലയിരുത്താൻ പഠിച്ച് പ്രവർത്തിക്കണം. തെറ്റുകൾ ആര് ചെയ്താലും അത് തെറ്റുകളാണെന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാനും, ശരികൾ ആര് ചെയ്താലും അത് ശരിയാണെന്ന് പറയാനും, ആ ശരിയെ അഭിനന്ദിക്കാനും തെറ്റുകളെ വിമർശിക്കാനും നമുക്ക് സാധിക്കുന്ന വിധത്തില്. നമ്മൾ ഈ ലോകത്തിൽ മുഴുവനൊന്നും വെളിച്ചം പകരാൻ പറ്റുന്നവരല്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റിലെ ബൾബിന് അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം നൽകാൻ സാധിക്കുന്ന പോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടായി ഭാരതം ഇന്ന് നിലനിൽക്കുന്നത്. ആ കുറച്ചു പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഭാരതം തന്നെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും, ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ, അത് എഴുത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പ്രഭാഷണത്തിലൂടെയോ വീക്ഷണത്തിൽ ഉണ്ടാക്കുന്നതിലൂടെയോ നമുക്ക് ചെയ്യാൻ സാധിക്കണം. പ്രണാമം, നമസ്കാരം.